എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, +2 ഹയർ സെക്കൻഡറി, പബ്ലിക് എക്സാമിനേഷൻ, അതുപോലെ തന്നെ റെഗുലർ കമ്പാർട്ട്മെന്റൽ എന്നിങ്ങനെ അതുപോലെ പ്രൈവറ്റ്, സ്കോൾ കേരള എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള പരീക്ഷകൾ മാർച്ച് 3, 6 തീയതികളായിട്ട് നടക്കും. +2 പരീക്ഷകൾ മാർച്ച് 3 മുതലും +1 പരീക്ഷകൾ മാർച്ച് 6-ാം തീയതി മുതലുമാണ് ആരംഭിക്കുക. +1ൻ്റേത് ഈ വർഷം +1 ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ തന്നെ സേ പരീക്ഷയും +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ് നടക്കുന്നത്. അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളുടെ പരീക്ഷയും ഈ ഒരു പരീക്ഷകളോടൊപ്പം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് സമയത്താണ് നിങ്ങൾക്ക് പരീക്ഷയുള്ളത്, ഏത് ദിവസമാണ് പരീക്ഷയുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് പരീക്ഷകൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് +2 അല്ലെങ്കിൽ +1 പരീക്ഷകൾ വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട്, അതായത് ഓവറോളായിട്ട് നിങ്ങൾ ഈ ഒരു ടോട്ടൽ ആയിട്ട് +2 പാസ്സാവുന്നതിനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നീറ്റ്, അതുപോലെ തന്നെ കീം, അതുപോലെ JEE, അതുപോലെ CUET എന്നിങ്ങനെയുള്ള വിവിധ പരീക്ഷകളിലേക്കുള്ള മാർക്കുകൾ, അതായത് വിവിധ പരീക്ഷകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ഏത് വർഷത്തെ പരീക്ഷയുടെ മാർക്കുകളാണ്, അതായത് ഏത് വർഷത്തെ മാർക്കുകളാണ് പരിഗണിക്കുന്നത് എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നീറ്റ് പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ കീമിനോ അല്ലെങ്കിൽ JEEക്കോ അല്ലെങ്കിൽ CUET എക്സാമിനൊക്കെയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഈ വർഷത്തെ +1 +2 പരീക്ഷകളുടെ ടൈം ടേബിൾ ആദ്യം നോക്കാം. അതിനുശേഷം ജയിക്കാനുള്ള മാർക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് +2ൻ്റെ ആ ഒരു ടൈം ടേബിൾ നോക്കാം. വിദ്യാർത്ഥികൾക്ക് മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ച പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷും, അതുപോലെ തന്നെ മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയും, അതുപോലെ മാർച്ച് 7-ാം തീയതി വെള്ളിയാഴ്ച ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയുമാണ്. അതുപോലെ തന്നെ മാർച്ച് 10-ാം തീയതി തിങ്കളാഴ്ച കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ തന്നെ മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച തന്നെയാണ് അടുത്ത പരീക്ഷ ഉള്ളത്. ആദ്യത്തേത് മാർച്ച് 10-ന് തിങ്കളാഴ്ചയാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നീട് അടുത്ത 17-ാം തീയതി ഉള്ള പരീക്ഷ വരുന്നത്. അന്ന്, അതായത് മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ, എല്ലാ പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജ്, സംസ്കൃത് ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. പിന്നീടുള്ള പരീക്ഷകൾ എന്ന് പറയുന്നത് ഈ ഒരു മാർച്ച് 19-ാം തീയതിയാണ്. മാർച്ച് 19-ാം തീയതി ബുധനാഴ്ച പാർട്ട് 2, അതായത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. അതായത് മലയാളം അല്ലെങ്കിൽ ഈ ഒരു ഹിന്ദി ഇതുപോലുള്ള പാർട്ട് 2 ലാംഗ്വേജസ്, അത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ് പരീക്ഷയുള്ളത്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ആ ഒരു ദിവസമുണ്ട്. അതുപോലെ തന്നെ പിന്നീട് 21-ാം തീയതി വെള്ളിയാഴ്ചയാണ് എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ്. 24-ാം തീയതി തിങ്കളാഴ്ച ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയാണ്. പിന്നീട് 26-ാം തീയതി ബുധനാഴ്ച ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. ഇനി അടുത്തത് +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെയും അതുപോലെ തന്നെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെയും ടൈം ടേബിൾ നോക്കാം. അപ്പോൾ 6-ാം തീയതി മുതലാണ്, അതായത് 6-ാം തീയതി വ്യാഴാഴ്ച മുതലാണ് എക്സാമിനേഷൻ ആരംഭിക്കുക. ആദ്യം തന്നെ പാർട്ട് 2 ലാംഗ്വേജസ്, അതായത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ് പരീക്ഷ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ളവർക്ക് ആ ഒരു പരീക്ഷ ആ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ മാർച്ച് 11-ാം തീയതി ചൊവ്വാഴ്ച ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ജേർണലിസം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അതുപോലെ തന്നെ മാർച്ച് 15-ാം തീയതി ശനിയാഴ്ചയാണ് എക്സാം ഉള്ളത്. കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ് ആ ഒരു ദിവസമുള്ളത്. അതുപോലെ തന്നെ മാർച്ച് 18-ാം തീയതി ചൊവ്വാഴ്ചയുള്ള എക്സാമിനേഷൻ ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയും. മാർച്ച് 20-ാം തീയതി വ്യാഴാഴ്ച ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയും. അതുപോലെ തന്നെ മാർച്ച് 22-ാം തീയതി ശനിയാഴ്ചയുള്ള എക്സാമിനേഷൻ ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. മാർച്ച് 25-ന് ചൊവ്വാഴ്ച മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, സംസ്കൃത് ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ മാർച്ച് 27-ാം തീയതി വ്യാഴാഴ്ച എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയും. 29-ാം തീയതി ശനിയാഴ്ച നിങ്ങൾക്ക് പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷുമാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. എല്ലാ പരീക്ഷയും ഉച്ചയ്ക്ക് ശേഷമാണ്. 80 മാർക്കുള്ള പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളൊക്കെ 1:30 മുതൽ 4:15 വരെയും 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകളിൽ ബയോളജി, മ്യൂസിക്സ് എന്നിവ ഒഴികെയുള്ള സബ്ജക്റ്റുകൾ 1:30 മുതൽ 3:45 വരെയും. ഇതിനോടൊപ്പം കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ബയോളജി ആണെങ്കിൽ 1:30 മുതൽ 3:55 വരെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉള്ളത്. അതിൽ 25 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 15 മിനിറ്റ് ബോട്ടണിക്കും സുവോളജിക്ക് 10 മിനിറ്റുമാണ് ഈ ഒരു കൂൾ ഓഫ് ടൈം ഉള്ളത്. മ്യൂസിക് ആണെങ്കിൽ നിങ്ങൾക്ക് 1:30 മുതൽ 3:15 വരെയാണ് എക്സാം ഉണ്ടാവുക. ഇതിൽ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് എക്സാമാണ് എഴുതാനുള്ളത് അതനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് ഏതൊക്കെ വർഷങ്ങളിലെ പരീക്ഷകൾക്കാണ്, അതായത് ഏതൊക്കെ, ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ +1 ഒരു സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടാവും, +2 2 വിഷയങ്ങൾ തോറ്റിട്ടുണ്ടാവും, ചില വിദ്യാർത്ഥികൾ +1 2 വിഷയങ്ങൾ തോറ്റിട്ടുണ്ടാവും, എന്നാൽ +2 എല്ലാ വിഷയങ്ങളും ജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ വിവിധ തരത്തിലായിട്ട് ജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരാജയപ്പെട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ദിവസമാണ് അതിൻ്റെ പരീക്ഷ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് ആ ഒരു ദിവസത്തെ പരീക്ഷ എഴുതുക. നിങ്ങളിപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പരീക്ഷ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു വിഷയത്തിൻ്റെ ഏതെങ്കിലും ഒരു വർഷത്തെ പരീക്ഷയെങ്കിലും നിങ്ങൾ എഴുതാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൻ്റെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവയാണ് രജിസ്ട്രേഷൻ ചെയ്തത് എന്ന് കരുതുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഈ ഒരു +1 അതായത് +2 സബ്ജക്റ്റാണ് ഇത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലുള്ള നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുള്ളത് എന്ന് കരുതുക. നിങ്ങളിപ്പോൾ ഫിസിക്സും കെമിസ്ട്രി പരീക്ഷയും നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ ഒന്നുകിൽ ആ ഒരു +2 പരീക്ഷയോ അല്ലെങ്കിൽ +1 പരീക്ഷയോ നിങ്ങൾ എഴുതാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാത്സ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടും. പിന്നീട് അത് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം സമയത്ത് നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ഏത് വർഷത്തെ പരീക്ഷയ്ക്കാണോ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വർഷത്തെ പരീക്ഷ നിങ്ങൾ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ ഒരു വർഷത്തെ പരീക്ഷ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫിസിക്സ് നിങ്ങൾ +1 ഫെയിൽഡ് ആയിട്ടുണ്ട്, എന്നാൽ കെമിസ്ട്രി നിങ്ങൾ +2 മാത്സ് നിങ്ങൾ +2 ഫെയിൽഡ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ മാത്സിൻ്റെ +2 പരീക്ഷ നിങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ വരികയാണ് എങ്കിൽ നിങ്ങൾ ഒന്നുകിൽ +1 മാത്സ് പരീക്ഷ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുള്ള ഏത് വർഷത്തെ സബ്ജക്റ്റാണോ അത് മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ +1 സബ്ജക്റ്റിൻ്റേതാണെങ്കിൽ അത് മാത്രം എഴുതുക, +2 ഏതാണെങ്കിൽ +2 മാത്രം എഴുതുക. ഈ ഒരു സാഹചര്യം പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത വർഷത്തെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ ഒരു വർഷം 18 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. അതുപോലെ തന്നെ അടുത്ത വർഷം ഇതേ രീതിയിൽ 18 മാർക്കാണ് വേണ്ടത്. 2 വർഷം കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് 2 വർഷം കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 36 മാർക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓരോ വർഷം 18 വെച്ച് വാങ്ങിക്കണം എന്നുള്ളതൊന്നും നിർബന്ധമല്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരുമിച്ച് 36 ഒരു വർഷം വായിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കുറച്ച് മാർക്ക്, അതായത് ഏകദേശം ഒരു 20 മാർക്ക് വായിച്ചിട്ടുണ്ട്, അടുത്ത വർഷം നിങ്ങളൊരു 16 മാർക്ക് വായിച്ചിട്ടുണ്ട്, അങ്ങനെ ടോട്ടൽ 36 കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ജയിക്കും. അതായത് TE മാർക്കാണ് 36 എന്ന് പറയുന്നത്, അതായത് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് ഈ ഒരു 36 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ, അതായത് 80 മാർക്കിൻ്റെ, ഇപ്പോൾ മാത്സ് നിങ്ങൾക്ക് ഈ വർഷത്തെ മാത്സ് ഒക്കെ അതായത് 60 വരുന്നത്, പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട് ഇത് മുൻ വർഷത്തെ മാത്സിൻ്റേത് 80 വരിക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജയിക്കാനായിട്ട് ഓരോ വർഷം വേണ്ടത് 24 മാർക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ വർഷം 24 വെച്ച് കിട്ടുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഓരോ വർഷം 24 മാർക്ക് വെച്ച് കിട്ടുകയാണെങ്കിൽ ടോട്ടൽ 48 മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ 48 മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് മിനിമം വേണ്ട മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റ് ഈ ഒരു 18 അല്ലെങ്കിൽ 24 മാർക്കോ അല്ലെങ്കിൽ 2 വർഷത്തെ TE മാർക്ക് കൂടിയിട്ട് 36 48 മാർക്ക് വാങ്ങിക്കുന്നതിൽ പകരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും തുടർ പഠനങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള, അതായത് നിങ്ങൾക്കിപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെയുള്ള ഏതെങ്കിലും കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിലോ പിന്നീട് നിങ്ങൾക്ക് മാർക്കിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് വരാം. അതായത് പല കോഴ്സുകൾക്കും ഏകദേശം ഒരു 70% മാർക്കൊക്കെ വേണമെന്ന് യോഗ്യതയായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു നിങ്ങൾ 18 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 24 മാർക്ക് ഓരോ വർഷം വെച്ച് വാങ്ങിച്ചിട്ട്, അതായത് ടോട്ടൽ ഓരോ 2 വർഷത്തെ ആ ഒരു ടോട്ടൽ മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞതുപോലെ 36 48 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ 70% മാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു 18 മാർക്ക് വായിക്കുക എന്നുള്ളതിലുപരി നിങ്ങൾ 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ, അതായത് നിങ്ങളൊരു 60-ൽ നിങ്ങളൊരു മിനിമം ഒരു 40 50 ഒക്കെ മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഒരു 50-നും അതുപോലെ തന്നെ 70-നും ഇടയിൽ ഒരു മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മത്സര പരീക്ഷകളായിട്ടുള്ള കീം അല്ലെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു JEE എന്നിങ്ങനെ
അങ്ങനെയുള്ള വിവിധ പരീക്ഷകളുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷകൾക്കൊക്കെ നിങ്ങളുടെ ഏത് മാർക്കാണ് പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് പരിഗണിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അതായത് ഈ ഒരു കീമായാലും നീറ്റായാലും നിങ്ങളുടെ പ്ലസ് ടുവിന്, അതായത് ഈ ഒരു സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇവയിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് പ്ലസ് ടുവിൽ അത് സെക്കൻഡ് ഇയറിൽ കിട്ടുന്നുവോ ആ ഒരു മാർക്കാണ് ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റും അതുപോലെ യോഗ്യതയൊക്കെ ആയിട്ട്, അതുപോലെ നഴ്സിംഗിൻ്റെ യോഗ്യതയൊക്കെ ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന, പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സ്കോർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് പാസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു 18 അല്ലെങ്കിൽ ഈ ഒരു 24 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിലുപരി നിങ്ങളെക്കൊണ്ട് മാക്സിമം എത്രത്തോളം സ്കോർ വാങ്ങിക്കാൻ, എത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം മാർക്ക് കൂടുതൽ നേടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ജസ്റ്റ് പാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ജയിക്കാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളത് മാത്രമാണ്. ഭാവിയിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാവുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് +1 അതായത് +2 സേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു വിഷയം മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുള്ളത്. അതും ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, +2 ഓവറോളായിട്ട് ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് +1 ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. കാരണം +2 ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ +2 അതായത് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ +2 സേ മാത്രമാണ് എഴുതാൻ പറ്റുക. അതായത് ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് എഴുതാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഫെയിൽഡ് ആവുന്ന വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് പിന്നീട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ +2വിൻ്റെ മാർക്കാണ് ഈ ഒരു കീം അതുപോലെ നീറ്റ് എന്നിവയുടെ ആ ഒരു അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പരിഗണിക്കുന്നത്. CUETയും JEEയും ആണെങ്കിൽ മാത്രമാണ് +1ൻ്റെയും +2വിൻ്റെയും മാർക്ക് പരിഗണിക്കപ്പെടുന്നത്. അത് 2 വർഷത്തെ മാർക്ക് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുപോലെ തന്നെ CUET അല്ലെങ്കിൽ കീം, നീറ്റ്, JEE എന്നിങ്ങനെയുള്ള വിവിധ മത്സര പരീക്ഷകൾക്ക് നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതിന് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുക. ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങി ജയിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. കാരണം പ്രയോജനമില്ല എന്നല്ല, എന്നാലും നിങ്ങൾക്ക് മറ്റേതെങ്കിലും നല്ല ഹയർ ലെവലിലുള്ള ഏതെങ്കിലും കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2വിന് അതായത് മിനിമം ഒരു 60-70% മാർക്കെങ്കിലും മിനിമം നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കുക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ ഒരു പബ്ലിക് എക്സാമിനേഷനിൽ ഏതെങ്കിലും പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു അതായത് ഏപ്രിലോ അല്ലെങ്കിൽ മെയ് മാസത്തിലോ വരുന്ന +2 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് അതിൻ്റെ പ്രാക്ടിക്കൽ എഴുതാത്ത വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിലാണ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.